നമ്മളിവിടെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ താങ്ക് യു. Now, ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് എ ലൈൻ എ ബി വിച്ച് ഈസ് 80 mm long and inclined at 30 degree to HP and parallel to VP. So the line is 40 mm in front of VP and the lower end A which is 20 mm above HP എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. സോ ഇവിടെ നമുക്ക് പറയാം നമ്മൾ ഈ ഒരു പ്രൊജക്ഷൻ ചെയ്യുമ്പം ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 80 mm ആണ്. അതുകൂടാതെ വിച്ച് ഇസ് ഇൻക്ലൈൻഡ് 30 ഡിഗ്രി ടു HP ആണ്. അതുകൂടാതെ ദാറ്റ് ഈസ് പാരലൽ ടു വി പി ആണ്. സോ പാരലൽ ടു വി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ ഒരു പാരലൽ ടു വി പി എന്ന് പറയുന്ന ലൈൻ ആക്ച്വലി ഇവിടെയാണ് നമ്മൾ വി പി പ്ലെയിൻ വരുന്നത്. അപ്പം നമ്മളൊരു ലൈൻ നമുക്ക് വി പി പാരലൽ ആണെങ്കിൽ നമുക്കത് അറിയാം. ആക്ച്വലി പറഞ്ഞ മാതിരി ആ ലൈൻ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ആ വി പിക്ക് പാരലൽ ആയില്ല അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് കാണുന്നത്. ഓക്കെ, പക്ഷേ ആ ഒരു വി പിക്ക് പാരലൽ മാത്രമല്ല അത് ഇൻക്ലൈൻഡ്, അത് ഇൻക്ലൈൻഡ് കൂടിയാണ്. ഓക്കെ, സോ 30 ഡിഗ്രി ഇൻക്ലൈൻഡ് കൂടിയാണ് അതിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ റൈറ്റ്. സോ ഇതിൽ കാണിക്കുന്ന ഈ ഒരു 30 ഡിഗ്രി ആംഗിൾ നമ്മൾ കാണിക്കണമെങ്കിൽ നമ്മളോട് പറഞ്ഞ വേറെ കാര്യം കൂടി ഉണ്ട്. ഈ പോയിന്റുകൾ എ എന്ന് പറയുന്ന പോയിന്റിന്റെ അതിന്റെ ഹൈറ്റും പറയുന്നുണ്ട്, അതുപോലെ തന്നെ അത് എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഹൈറ്റ് പറയുന്നത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ലോവർ ആൻഡ് എ ഈസ് 20 mm എബവ് HP എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ XY ലൈനിൽ നിന്ന് എബവ് HP കാണിക്കുന്ന സമയത്ത്, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ കാണാം. ആ പിക്ചോറിയൽ റെപ്രസെന്റേഷനിൽ ഒരു 20 mm ഹൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ആ ഹൈറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ആ ഹൈറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ ഹൈറ്റ് എന്ന് പറയുന്നതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന 20 mm. പക്ഷെ ആ ഹൈറ്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ നോക്കുമ്പോൾ ദൂരെ നിന്ന് ആ ഒബ്സർവറിന്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന ആ 20 mm എന്ന് പറയുന്നത് എവിടേക്കാണ് വരുന്നത്, അത് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് വി പിയിലാണ് അത് പ്രൊജക്ട് ചെയ്യുന്നത്. ഓക്കെ, വി പിയിലാണ് അത് പ്രൊജക്ട് ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് ഇതിൽ അടുത്ത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ലൈൻ 40 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. ഓക്കെ, അപ്പൊ മുന്നോട്ടേക്ക് ആണ് ആ ലൈൻ നിൽക്കുന്ന സമയത്ത്, ആ ലൈൻ നിൽക്കുന്നത് മുന്നോട്ടേക്കാണെങ്കിൽ സോ ഇറ്റ് ഷുഡ് ബി നിങ്ങൾ നോക്കുന്നത് ടോപ്പ് വ്യൂ. സോ അതിന്റെ ടോപ്പ് വ്യൂ ആണ് ഈ കാണിക്കുന്ന താഴത്ത് കാണിക്കുന്ന എ ബി എന്ന് പറയുന്ന ലൈൻ ടോപ്പ് വ്യൂ ആണ്. സോ ടോപ്പിൽ നിന്ന് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അത് ഇൻ ഫ്രണ്ട് ഓഫ് പറഞ്ഞാൽ മുന്നോട്ടേക്ക് നിൽക്കുകയാണ്. അതായത് XY ലൈനും മുന്നോട്ടേക്ക് നിൽക്കുന്നത് 40 mm ഡിസ്റ്റൻസ് എടുക്കണം. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു XY ലൈൻ ആദ്യം വരയ്ക്കുന്നത്, അത് 2H പെൻസിൽ ഉപയോഗിച്ചിട്ട് XY ലൈൻ വരയ്ക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ എയും എ ഡാഷും എന്ന് പറയുന്ന പോയിന്റുകൾ മാർക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് മെഷർമെന്റ്, ഒന്ന് ദ ലൈൻ ഈസ് 40 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി, അത് മാർക്ക് ചെയ്യാം. സോ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിൽ നിന്ന് ഒരു 40 mm മുന്നോട്ടേക്ക് നമ്മൾ വരയ്ക്കുക. സോ ദാറ്റ് മീൻസ് അത് കാണിക്കുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് കാണിക്കുന്നത് എവിടെയായിരിക്കും, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടറിന്റെ ആണ്. സോ ഫസ്റ്റ് ക്വാർട്ടറിലാണെങ്കിൽ ആ ഫസ്റ്റ് ക്വാർട്ടറിൽ മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 40 mm ഫ്രണ്ടിലേക്ക് വരാം. സോ 40 mm ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ആ പോയിന്റിലേക്ക്, അതായത് അതിന്റെ ടോപ്പ് വ്യൂവിൽ നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. രണ്ടാമത് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. സോ ഫ്രണ്ട് വ്യൂ വരുന്നത് എങ്ങനെയാണ്, ഹൈറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ 20 mm ഹൈറ്റിലേക്ക് ആ ഒരു പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യാം, എ ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. സോ എ ഡാഷ് ആൻഡ് എ എന്ന് പറയുന്ന രണ്ട് പോയിന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി പറഞ്ഞിരിക്കുന്ന ലൈനിന്റെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് 80 mm ആണ്. ഓക്കെ, എ ബി എന്ന് പറയുന്ന ലൈൻത്ത് 80 mm ലോങ് ആണ്. സോ 80 എന്ന് പറയുന്നത് നമുക്ക് ആ പ്രൊജക്ഷൻ, ഇപ്പൊ നമുക്ക് ഇത് പറഞ്ഞിരിക്കുന്നത് ആംഗിൾഡ് ആയിട്ട് 30 ഡിഗ്രി ആംഗിൾഡ് ആയിട്ട് തന്നിരിക്കുന്ന ഈ ഒരു ലൈൻ നമ്മൾ ഫ്രണ്ട് വ്യൂ കാണുന്നതാണ് നമുക്ക് ശരിക്കും അതിന്റെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് അല്ലെ. എ ബി എന്ന് പറയുന്ന ലൈനിന്റെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 80 mm ആണ്. അത് നമുക്ക് ഫ്രണ്ട് വ്യൂവിലെ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്കറിയാം ഒരു ആംഗിൾഡ് ആയിട്ടുള്ള ഒരു ലൈൻ നമ്മൾ ടോപ്പ് വ്യൂ, അതായത് ഈ എ ബി എന്ന് പറയുന്ന ഈ ടോപ്പ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ അത് 80 mm ആയിരിക്കുമോ? ഇല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലൈൻ എടുക്കുന്ന സമയത്ത് ആ ലൈൻ മുകളിൽ കാണുന്ന, അതായത് ടോപ്പിൽ കാണുന്ന ആ ഒരു ലൈൻ എന്ന് പറയുന്നത്, അതായത് അതിന്റെ ഫ്രണ്ട് വ്യൂ ആയിരിക്കും 80 എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് 80 mm ആണ്. അപ്പൊ ആ 80 mm എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആണ്. അപ്പൊ ട്രൂ ലെങ്ത് ആക്ച്വലി ഈ പറഞ്ഞ മാതിരി നമുക്ക് 80 mm തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ നേരെ മറിച്ച് അത് അതായത് ഒരു ആംഗിൾഡ് ആയിട്ടുള്ള അതിന്റെ ട്രൂ ലെങ്ത് വന്നിരിക്കുന്നത് 80 mm ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കത് ഫ്രണ്ട് വ്യൂവിൽ മാത്രമേ അത് കറക്റ്റ് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം ടോപ്പിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് വേറെ ആയിരിക്കും, അത് 80 ആയിരിക്കില്ല. നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു പെൻ എടുത്തിട്ട് നിങ്ങളൊരു വി പി ആൻഡ് HP, അതായത് ഒരു നോട്ട്ബുക്ക് എടുക്കുക. ആ നോട്ട്ബുക്കിൽ നിങ്ങളൊരു വെർട്ടിക്കൽ പ്ലെയിനും ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഇതുപോലെ ഒരു ആംഗിൾ നിങ്ങൾ, അതായത് ഒരു പെൻസിൽ എടുക്കുക. ആ പെൻസിൽ എടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ചരിച്ചു പിടിക്കുക, HP ആയിട്ട് ചരിച്ചു പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ആംഗിൾ ഇതുപോലെ 30 ഡിഗ്രി ആംഗിൾ നിങ്ങൾ ചരിച്ചു പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ മുകളിൽ നിന്ന് നോക്കി മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും കാണുക, അതായത് ഒരു വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും, എ ബി എന്ന് പറയുന്നതായിരിക്കും മുകളിൽ നിന്ന് കാണുന്ന നമുക്ക് ടോപ്പ് വ്യൂ കിട്ടുന്നത്. പക്ഷെ അതിന്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് നിങ്ങൾ ആ വി പിയിലേക്ക് പിടിച്ച് നോക്കി നിങ്ങൾക്ക് കാണാം എ ഡാഷ് ആൻഡ് ബി ഡാഷ് എന്ന് പറഞ്ഞിട്ട് കാണാം. സോ ആ ലെങ്ത് ആണ് ആക്ച്വലി നമുക്ക് ആ എ ബിന്റെ ലെങ്ത്, അതായത് ആക്ച്വൽ ലെങ്ത്, ആ പെൻസിലിന്റെ ആക്ച്വൽ ലെങ്ത് എന്തായിരിക്കും, ആ ലെങ്ത് ആണ് നമുക്ക് ഈ പറഞ്ഞ വി പി അതിൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു പാർട്ടിൽ, അതായത് വി പി എന്ന് പറയുന്നത് ഈ മോൾ ഭാഗത്തായിരിക്കും, അതിന്റെ മോൾ ഭാഗത്തായിരിക്കും. അതുപോലെ തന്നെ HP എന്ന് പറയുന്നത് താഴെ ഭാഗത്തായിരിക്കും. അവിടെയാണ് നമ്മൾ അതിന്റെ ടോപ്പ് വ്യൂ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ റൈറ്റ്. സോ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൽ. അപ്പം നിങ്ങൾക്ക് ഇതിൽ തന്നിരിക്കുന്നത് അതിന്റെ ഒരു പ്രൊജക്ഷൻ കാണാൻ പറ്റില്ല. സോ ഇത് വളരെ ഒരു സാമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഓക്കെ,
സോ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ഒരു 90 ഡിഗ്രി മടക്കിയതിന് ശേഷം നിങ്ങൾ അതൊരു ജസ്റ്റ് അവിടെ അതിന് മുകളിലേക്കായിട്ട് നിങ്ങൾ ഒരു പെൻ എടുത്തിട്ട് ഇതുപോലെ 30 ഡിഗ്രി ആംഗിളിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക. 30 ഡിഗ്രി ആംഗിൾ വെക്കുക. അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഡയമെൻഷൻസ്, അതായത് ദ ലൈൻ ഈസ് 40 mm ഇൻ ഫ്രണ്ട് ഓഫ് ബി പി എന്ന് പറയുന്ന ആ ഒരു ലൈൻ, ഓക്കെ, 40 mm ഇൻ ഫ്രണ്ട് ഓഫ് ബി പി എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ദ ലോവർ എൻഡ് എ ഈസ് 20 mm എബവ് എച്ച് പി എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ നിങ്ങൾ ആ എന്റെ പൊസിഷൻ, 2 പൊസിഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ 2 പൊസിഷൻസ് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവുള്ളൂ. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇനിയും കൂടുതൽ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, ഇതുപോലെ 90 ഡിഗ്രി മാർക്കുക, അതിൽ വി പി മാർക്ക് ചെയ്യുക, എച്ച് പി മാർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒരു പെൻസിലോ പെന്നോ എടുത്തും കണ്ട് ജസ്റ്റ് ഇതുപോലെ നിങ്ങൾ ഒരു 30 ഡിഗ്രി ആംഗിളിൽ എച്ച് പി ആയിട്ടും, ഓക്കെ. അപ്പൊ ആ പെൻസിലിൽ നിന്ന് നിങ്ങൾ ഫ്രണ്ടിലേക്ക് 40 mm ഫ്രണ്ടിലേക്ക് വരിക. അതുപോലെ തന്നെ ആ പെൻസിലിന്റെ എ എന്ന് പറയുന്ന എൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഹൈറ്റ് 20 mm എച്ച് പിയിൽ നിന്ന് 20 mm ഹൈറ്റിലും പിടിക്കുക. എന്നിട്ട് 30 ഡിഗ്രി ആംഗിൾ നിങ്ങൾ ചരിച്ചു വെച്ച് കഴിഞ്ഞാൽ വി പിയിൽ വരുന്ന ആ പ്രൊജക്ഷൻ ചെയ്തിരിക്കുന്ന ആ ലൈനാണ് ഈ കാണുന്നത്. വി പിയിൽ കാണുന്ന ലൈൻ ആയിരിക്കും എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ എച്ച് പിയിൽ കാണുന്ന ലൈൻ ആയിരിക്കും എ ബി എന്ന് പറയുന്നത്. അതായത് എച്ച് പിയിൽ കാണുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുകളിൽ നിന്ന് ടോപ്പ് എടുക്കുന്നതാണ് എ ബി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഈ പ്രോബ്ലം വളരെ ക്ലിയർ ആയെന്ന് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ഇതുപോലത്തെ ഒരു സിമിലർ പ്രോബ്ലം ആണ്. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോബ്ലത്തില് ഒരു സ്ട്രേറ്റ് ലൈൻ, ഓക്കെ, a straight line which is 50 mm long which is parallel to HP and the line which is inclined at 35 degree to the VP. So the end A is 25 mm in front of VP and the line B which is 40 mm above HP. So draw the projections. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ലൈൻ, ഒരു സ്ട്രേറ്റ് ലൈൻ നമ്മൾ എടുക്കുകയാണ്. ഈ സ്ട്രേറ്റ് ലൈനിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 mm ആണ്. ഓക്കെ, എ ബിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 50 mm ആണ്. ഓക്കെ, so which is parallel to HP, okay, which is parallel to HP and which is yeah, 1 minute, sorry, okay, right, yeah, 50 mm. The line AB which is 50 mm long, okay, അപ്പം ആ ലെങ്ത് എന്ന് പറയുന്നത് 50 mm ആണ്. അതുകൂടാതെ which is parallel to HP ആണ്. ഓക്കെ, എച്ച് പിക്ക് പാരലൽ ആണ്. അപ്പൊ എച്ച് പി എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടത് എവിടെയാണ്? ഇതിന്റെ അടിഭാഗത്താണ് നിങ്ങൾക്ക്, അതായത് എക്സ് വൈ ലൈനിന്റെ അടിഭാഗത്താണ് എച്ച് പി വരുന്നത്, മുകൾ ഭാഗങ്ങളിലാണ് നമ്മുടെ വി പി വരുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെ ഏത് ക്വാഡ്രന്റ് എന്ന് മനസ്സിലാക്കണം. സോ അതിനുശേഷം നമ്മൾ വായിച്ചു നോക്കുക, ദ എൻഡ് എ ഈസ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് ദ വി പി. രണ്ടാമത്തത് 40 mm above HP. സോ ഇൻ ഫ്രണ്ട് ഓഫ് ദ വി പി ആൻഡ് എബവ് എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. സോ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. ഇനി ഈ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിന്നായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് പിക്ചോറിയൽ വ്യൂ മനസ്സിൽ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കണം ചിന്തിക്കേണ്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം ഒരു സെക്കൻഡ് ക്വാഡ്രന്റോ അല്ലെങ്കിൽ തേർഡ് ക്വാഡ്രന്റോ ഏതാണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന വേർഡുകൾ ആദ്യം മനസ്സിലാക്കണം. ദ എൻഡ് എ ഈസ് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മുന്നോട്ടേക്ക്. അതുപോലെ തന്നെ the line which is 40 mm above HP, എച്ച് പിക്ക് മുകളിലാണ്. സോ എച്ച് പിക്ക് മുകളിലും അതുപോലെ തന്നെ വി പിക്ക് മുന്നോട്ടേക്കും വരികയാണെങ്കിൽ അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്. സോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക, മടക്കി നോക്കുക, എന്നിട്ട് ആ മടക്കി 90 ഡിഗ്രി മടക്കിയതിന് ശേഷം ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ ആ പൊസിഷനിൽ നിങ്ങൾ വെക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞ മാതിരി ആ ലൈൻ എങ്ങനെ പെട്ടെന്ന് വരയ്ക്കേണ്ടതുണ്ട്. ഇനി പറഞ്ഞിരിക്കുന്ന മെഷർമെന്റ് നിങ്ങൾ അതിൽ മാർക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ഇനി ആ ഒരു ഇമാജിൻ ചെയ്യണം. അതായത് ഈ ഒരു 90 ഡിഗ്രിയിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. 90 ഡിഗ്രിയിൽ നിങ്ങൾ ഈ ഒരു വി പിയും എച്ച് പിയും നിങ്ങൾ പ്ലെയിൻ ഉണ്ടാക്കിയതിന് ശേഷം അതിന്റെ മുകളിൽ നിങ്ങൾ ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു പെന്നിന്റെ ഒരു എൻഡ് എ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സൂചിപ്പിക്കാം. എന്നിട്ട് ആ എൻഡ് നിങ്ങൾ എന്ത് ചെയ്യണം? ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. അതായത് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് കൊണ്ടുവരാം. എൻഡ് എ എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന എൻഡ് എ എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം? ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. ഈ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. അതുകൂടാതെ രണ്ടാമത്തെ എൻഡ് എന്ന് പറയുന്നത് 40 mm എബവ് എച്ച് പി എന്ന് പറഞ്ഞിട്ടാ. അതായത് ആ ഒരു എൻഡ് തന്നെ എ എന്ന് പറയുന്ന ആ ഒരു എൻഡ് തന്നെ ഈ 40 mm ഹൈറ്റിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു അസ്യൂം കിട്ടും. അതായത് എവിടെയാണ് ആ എ എന്ന് പറയുന്ന പോയിന്റ് നിൽക്കുന്നത് എന്നുള്ള ഒരു അസംഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആ എൻഡ് പോയിന്റ് എ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് ലൈൻ വരയ്ക്കുക. അപ്പം എക്സ് വൈ ലൈൻ വരച്ചതിന് ശേഷം ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മുന്നോട്ടേക്ക് വരുന്നത് നമ്മൾ എവിടേക്കാണ് മാർക്ക് ചെയ്യുന്നത്? ആക്ച്വലി എച്ച് പിയിലാണ് മാർക്ക് ചെയ്യുന്നത്. സോ എച്ച് പിയിലേക്ക് 25 mm മുന്നോട്ടേക്ക് കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 40 mm. സോ 40 mm നിങ്ങൾ അതിന്റെ ഹൈറ്റ് എടുക്കുക. ആ ഹൈറ്റ് 40 mm മാർക്ക് ചെയ്യുക. സോ അത് കാണുന്നത് നിങ്ങൾക്ക് എവിടെയാണ് കാണുന്നത്? ആക്ച്വലി വി പിയിലേക്കാണ് കാണുക. സോ ദാറ്റ് വി പിയിൽ കാണുന്നത് അത് എ ഡാഷ് എന്ന് രൂപപ്പെടുത്തും. സോ എ ഡാഷ് ആൻഡ് എ എന്ന് പറയുന്ന ഈ രണ്ട് ലൈൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 35 ഡിഗ്രി ആംഗിൾഡ് വിത്ത് വി പി എന്നാണ്. സോ വി പിയിൽ ഒരു ആംഗിൾ നമ്മൾ കാണിക്കുന്നത് എവിടെയായിരിക്കും? എച്ച് പിയിലായിരിക്കും.
ഓക്കെ, വി പി ആയിട്ട് ഒരു ആംഗിൾ നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് എപ്പോഴും എച്ച് പി ആയിട്ടായിരിക്കും. അപ്പൊ നമ്മൾ എൻഡ് പോയിന്റിൽ വേണം നമ്മളത് മാർക്ക് ചെയ്യാൻ. സോ നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ, അതിനൊരു ഹൊറിസോണ്ടൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ആ ലൈൻ വരച്ചതിന് ശേഷം 35 ഡിഗ്രി ആംഗിൾ എടുക്കുക. ആ 35 ഡിഗ്രി ആംഗിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 50 mm ഡിസ്റ്റൻസ് എടുക്കുക. 50 mm ഡിസ്റ്റൻസ് എടുത്തതിന് ശേഷം അവിടെ മാർക്ക് ചെയ്യുക, ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, ബി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. അതിൽ നിന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂ ആയിരിക്കും എ ഡാഷ് ബി ഡാഷ്. ആ എ ഡാഷ് ബി ഡാഷ് ആയിരിക്കും നിങ്ങളുടെ വി പിയിലേക്ക് വരുന്നത് ആക്ച്വലി. ഓക്കെ, സോ ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ സിമിലർ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്നത് എ ബി എന്ന് പറയുന്ന ലെങ്ത് എ ബി എന്ന് പറയുന്ന ലെങ്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. അതുപോലെ തന്നെ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന ലെങ്ത് കിട്ടും. പക്ഷെ ഇവിടെ ട്രൂ ലെങ്ത് നിങ്ങൾ നോക്കണം. ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് ആക്ച്വലി ഈ പറഞ്ഞ മാതിരി 50 mm, അതായത് 50 mm ആണ് ഇതിന്റെ ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ലെങ്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ആക്ച്വലി ഈ പറഞ്ഞ മാതിരി അതിന്റെ ടോപ്പിൽ നിന്ന് നോക്കുന്ന സമയത്ത്, അതായത് വി പി ആയിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ആയിരിക്കും അതിന്റെ ട്രൂ ലെങ്ത് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, സോ ടോപ്പിൽ നിന്ന് നോക്കിയാൽ മാത്രമേ നിങ്ങൾ ആ ഒരു പെണ്ണ് നിങ്ങളൊരു പേപ്പർ നിങ്ങൾ മടക്കി വെച്ചതിന് ശേഷം ഒരു പെൻ ഉപയോഗിച്ച് നിങ്ങൾ ഇതേ മെഷർമെന്റിൽ വെച്ച് കഴിഞ്ഞാൽ ഈ എ ബി എന്ന് പറയുന്നത് ഇതിന്റെ ടോപ്പിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ പെൻസിലിന്റെ കറക്റ്റ് ലെങ്ത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നേരെ മറിച്ച് ഈ എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്ന പൊസിഷനിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ആക്ച്വൽ ലെങ്ത് വളരെ വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, വ്യത്യാസമായിട്ട് നിങ്ങൾക്ക് കാണാം, അതിന്റെ ലെങ്ത് കുറഞ്ഞതായിട്ടാണ് നിങ്ങൾക്ക് കാണുക. ഓക്കെ, സോ ഇത് ഈ ഒരു പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വൽ സിറ്റുവേഷൻ എന്നൊരു പിക്ചോറിയൽ വ്യൂ ഉണ്ടാക്കി നോക്കണം. ഒരു പിക്ചോറിയൽ വ്യൂ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒരു പേപ്പർ ഷീറ്റ് എടുക്കുക, ഒരു 90 ഡിഗ്രി മടക്കി വെക്കുക, എന്നിട്ട് അതിൽ ഒരു ഫസ്റ്റ് ക്വാർട്ടറിൽ വെക്കുക. അതുപോലെ ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു പെന്നോ എടുക്കുക. അതിൽ എ പോയിന്റും ബി പോയിന്റും നിങ്ങൾ മാർക്ക് ചെയ്ത് ഓർത്ത് വെക്കുക. ആ എ പോയിന്റ് എവിടെയാണ് വരുന്നത്, ഇവിടെയാണ് എ പോയിന്റ് വരുന്നത്. അത് ഇത്ര ഡിസ്റ്റൻസിൽ 25 mm ഡിസ്റ്റൻസിൽ നീളത്തിലും അതുപോലെ തന്നെ ഹൈറ്റിൽ ഒരു 40 mm ഹൈറ്റിലും ആയിട്ട് പൊക്കി വേണം നിങ്ങൾ ആ ഒരു പെൻസിൽ പോയിന്റ് വെക്കാൻ. ഓക്കെ, എന്നിട്ട് രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റേ എൻഡ് എങ്ങനെയായിരിക്കണം, 35 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്തിട്ട് മറ്റേ എൻഡ് അവിടെ ചരിച്ച് നിങ്ങൾ വെക്കണം. ഈ ഒരു എൻഡിലേക്ക് നിങ്ങൾ ചരിച്ച് വെക്കണം. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി എന്താണ് അതിന്റെ ആക്ച്വൽ ഡിസ്റ്റൻസ് കിട്ടും. അതിന്റെ ആ ഒരു പ്രൊജക്ഷൻ ചെയ്തിരിക്കുന്ന ആ രണ്ട് പ്രൊജക്ഷൻ ചെയ്തിരിക്കുന്ന അതിന്റെ ഫ്രണ്ട് വ്യൂ. നമ്മളിവിടെ വരയ്ക്കുന്ന മുഴുവൻ എപ്പോഴും ഒരു ഫ്രണ്ട് വ്യൂ വരച്ചിരിക്കും, അതുപോലെ തന്നെ ഒരു ടോപ്പ് വ്യൂ എന്തായാലും വരച്ചിരിക്കും. ഓക്കെ, ലൈറ്റ്. സോ ദിസ് ഇസ് അബൌട്ട് ദിസ് പ്രോബ്ലം. ഓക്കെ, ഐ ഹോപ്പ് ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത് ഇനി അടുത്തത് നിങ്ങൾക്ക് വരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് രണ്ട് ആംഗിൾ, അതായത് നിങ്ങൾക്ക് രണ്ട് രീതിയിലും അത് ചരിച്ചിട്ടുള്ള ഒരു റൊട്ടേഷണൽ ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പ്രോബ്ലം വായിക്കാം. സോ ദി എക്സ്ട്രീമിറ്റീസ് ഓഫ് one end A of the line is 20 mm in front of VP and 15 mm above HP. Okay, extremities of one end A of a line is 20 mm in front of VP and 15 mm above HP എന്നാണ്. അതായത് എ എന്ന് പറയുന്ന ഒരു എൻഡ്, ആ എൻഡിന് ഒരു സൈഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20 mm ഇൻ ഫ്രണ്ട് ആണ്. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യണം. ആദ്യം നമ്മൾ വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ XY ലൈൻ വരയ്ക്കാം. ഇനി അതിന്റെ വി പിയും എച്ച് പിയും നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, സോ അതിൽ 15 mm നമ്മൾ എന്ത് ചെയ്യുക, എബവ് എച്ച് പി മുകളിലേക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ 20 mm ഇൻ ഫ്രണ്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത് വി പി എച്ച് പിയിലേക്കായിട്ട് താഴോട്ടേക്കായിട്ട് വരയ്ക്കാം. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു പേപ്പർ എടുത്ത് മടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എ എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾക്ക് 20 mm ഇൻ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് വരുമ്പോൾ ആ ഒരു വി പിന്റെ പ്ലെയിനിൽ നിന്ന് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് ആ പോയിന്റ് മാർക്ക് ചെയ്ത് എവിടേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യാം, എച്ച് പിയിലാണ് അത് മാർക്ക് ചെയ്യാം. നേരെ മറിച്ച് അതുപോലെ തന്നെ ഒരു 15 mm എബവ് എച്ച് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കാണുന്നത് എവിടെയായിരിക്കും, ഫ്രണ്ട് വ്യൂലായിരിക്കും അത് കാണുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അതായത് വി പിയിലേക്ക് നമ്മൾ അത് കാണുന്നുണ്ടാവാം. സോ 15 mm എബവ് എച്ച് പി എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ളത് സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്ന പൊസിഷൻ. ഓക്കെ, സോ അത് നമ്മൾ എന്ത് ചെയ്യുക, 15 mm എ ഡാഷും മാർക്ക് ചെയ്യുക. സോ എ ഡാഷും മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ എയും മാർക്ക് ചെയ്തു. ഇനി അടുത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് while the other end B of the line which is 25 mm in front of VP and 30 mm above HP എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് രണ്ടാമത്തെ എൻഡ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന എൻഡ് എന്ന് പറയുന്നത് 25 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പിക്ക് മുന്നിലേക്ക് വരുന്നത് നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യുന്നത്, എച്ച് പിയിലേക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, ഒരു പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിനിന് നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് അത് മാർക്ക് എവിടുന്നാണ്, ടോപ്പിൽ നിന്നാണ് നമ്മളത് കാണുക അല്ലെ. ടോപ്പിൽ നിന്ന് കാണുമ്പോൾ 25 mm ഇൻ ഫ്രണ്ട് ഓഫ് മുന്നോട്ടേക്ക് വന്ന് നിന്നു. സോ ദാറ്റ് പോയിന്റ് ഇസ് എ ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് നിൽക്കുന്നത്. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് 30 mm എബവ് എച്ച് പി എന്നാണ്. എബവ് എച്ച് പി പറഞ്ഞാൽ മുകളിലേക്കാണ് നിൽക്കുന്നത്. ഓക്കെ, മുകളിലേക്ക് നിൽക്കുന്നത് നമ്മൾ എവിടേക്കാണ് മാർക്ക് ചെയ്യുന്നത്, എച്ച് പിയിലേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്, വി പിയിലേക്കാണ് അത് മാർക്ക് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒബ്സർവറിന്റെ സൈഡിൽ നിന്ന്, ഒബ്സർവർ നിങ്ങൾ അലക്കേണ്ടത് ഫസ്റ്റ് ക്വാർട്ടറിലാണ്, ഫസ്റ്റ് ക്വാർട്ടറിൽ ഒബ്സർവറിൽ നിന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ആ ഹൈറ്റ് എബവ് ഹൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മാർക്കിന് എവിടെയായിരിക്കും, വി പിയിലായിരിക്കും മാർക്ക് ചെയ്യാം. ഓക്കെ, സോ അത് കൂടാതെ നമുക്ക് അടുത്ത മെഷർമെന്റ് എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ്. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇന്റർസെക്ഷൻ ഈസ് 50 mm എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത്
ഈ ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എൻഡ് പ്രൊജക്ടേഴ്സ് ഓഫ് ദി ലൈൻ വിച്ച് ഈസ് മെഷേഴ്സ് പാരലൽ ടു ദി ലൈൻ ഓഫ് ദി ഇന്റർസെക്ഷൻ ഓഫ് HP ആൻഡ് BP ഈസ് 50 mm. സോ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ രണ്ട് എൻഡ് പ്രൊജക്ടേഴ്സ് തമ്മിലുള്ളതിന്റെ മിഡ് സെക്ഷൻ, അതായത് പറയുന്നുണ്ട് ദി എൻഡ് പ്രൊജക്ടേഴ്സ് ഓഫ് ദി ലൈൻ വിച്ച് ഇസ് മെഷേഴ്സ് ഇൻ പാരലൽ ടു ദ ലൈൻ. ഓക്കെ, ആ ലൈനിന് പാരലൽ ആയിട്ട് വെക്കുന്നത്, അതായത് അതിന് ഇന്റർസെക്ഷൻ വരുന്ന ആ ഒരു ഇന്റർസെക്ഷൻ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 50 mm ആണ്. സോ 50 mm ആ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, സോ 50 mm ഡിസ്റ്റൻസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ആ 50 mm ഡിസ്റ്റൻസ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ബി പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് ആദ്യം വായിക്കണം. ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചാൽ ആദ്യത്തെ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്യണം. പക്ഷേ ആ ഒരു കാര്യം മനസ്സിലാക്കണം, അതിന്റെ ഇടയിൽ നമ്മൾ 50 mm ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. ആ 50 mm ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം, എടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ടോട്ടൽ ബിയും ബി ഡാഷും നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. സോ എ ഡാഷും ബി ഡാഷും വരുന്നത് VP പ്ലെയിൻ ആയതുകൊണ്ടാണ്, അതുപോലെ തന്നെ എയും ബിയും വരുന്നത് നമുക്ക് ടോപ്പ് വ്യൂ ആയതുകൊണ്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ എയും ബിയും റെപ്രസെന്റ് ചെയ്യുന്നത്. എ ഡാഷ് ബി ഡാഷ് എന്ന് പറഞ്ഞ വെർട്ടിക്കൽ പ്ലെയിൻ വരുമ്പോൾ നമ്മൾ ആ ഡാഷിൽ റെപ്രസെന്റ് ചെയ്യും. റൈറ്റ്, ഇനി നമ്മൾ ഈ ലൈൻസ്, അതായത് എ ഡാഷ് ആൻഡ് ബി ഡാഷ് എന്ന് പറയുന്ന ലൈൻസുകൾ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ AB എന്ന് പറയുന്ന ലൈനും നമ്മൾ ജോയിൻ ചെയ്യുക. സോ ഇതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ടോപ്പ് വ്യൂ കിടക്കുന്നത്, അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ കിടക്കുന്നത് ഇതിന്റെ ഈ പ്രോബ്ലത്തില്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ആംഗിൾ മേക്ക് ചെയ്യണം അല്ലെ. സോ ഈ ആംഗിൾ ആണ് നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കേണ്ട നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ടോട്ടൽ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ടോ? ട്രൂ ലെങ്ത് തന്നിട്ടില്ല. സോ ട്രൂ ലെങ്ത് കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. സോ ലെങ്ത് എന്ന് പറയുന്നത് എ ഡാഷ് ബി ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് 26ഉം, അതുപോലെ തന്നെ AB എന്ന് പറയുന്നത് നമുക്ക് 25ഉം കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഈ ആംഗിൾ എന്ന് പറയുന്ന ആൽഫ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 16.5 ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് നമുക്കത് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് ദ പ്രോബ്ലം അബൌട്ട് ദിസ്. ഓക്കെ, ഈ പ്രോബ്ലത്തില് ഓക്കെ റൈറ്റ്. സോ ഐ ഹോപ്പ് ഈ ഒരു 3 പ്രോബ്ലം നിങ്ങൾക്ക് 4 പ്രോബ്ലം നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ പ്രോബ്ലംസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ആർക്കെങ്കിലും ഉണ്ടോ? ഇപ്പൊ നമുക്ക് ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയണം, ഇല്ലെങ്കിൽ നോ പറയണം. ചാറ്റ് ബോക്സ് ഇട്ടാൽ മതി. ഓക്കെ, ഓക്കെ ഓക്കെ നോ ഓക്കെ റൈറ്റ് ഓക്കെ നോ സർ ഓക്കെ ശരി ഓക്കെ താങ്ക് യു. ഇനി അടുത്തത് നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് യെസ് കുറച്ചും കൂടി ഒരു പ്രയാസകരമായ ഒരു പ്രോബ്ലമാണ് അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത് പക്ഷേ അത്ര വിസിബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക്. അപ്പൊ ഈ ഒരു പ്രോബ്ലം വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എടുക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇത്ര മതി എന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്ക് 12 o'clock ആവുന്നു. സോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഇത്രയും എടുക്കുന്നുണ്ട്. ബാക്കി ഇതിന്റെ PPT ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ചാറ്റ് ബോക്സിലേക്ക് ഞാൻ നിങ്ങൾക്ക് അറ്റൻഡൻസിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അതിലേക്ക് ഇട്ട് തരാം. ഓക്കെ, അല്ല രണ്ടും ഞാനിപ്പം നിങ്ങളുടെ നമ്മുടെ ഗൂഗിൾ സ്റ്റോപ്പ് റെക്കോർഡിംഗ് ചെയ്ത ഒരു മിനിറ്റ്.